കായിക ലോകത്ത് പുതിയ അധ്യായം രചിക്കുകയാണ് കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത്. വീറും വാശിയുമല്ല, സ്നേഹവും ഒരുമയുമാണ് വിജയമെന്ന് തെളിയിക്കുന്നതിനൊപ്പം പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനം നൽകുന്നു എന്ന പ്രത്യേകതയും ഈ കായികമേളയ്ക്കുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒളിമ്പ്യൻ റഹ്മാൻ ഗ്രൗണ്ടിൽ വെച്ച് 3 ദിവസങ്ങളിലായാണ് 2024 സംസ്ഥാന സ്പെഷ്യൽ ഒളിമ്പിക്സ് കായികമേള നടക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും 5 പ്രായപരിധികളിൽ നിന്നായി 5000-ഓളം അത്ലറ്റുകളാണ് മത്സരിക്കുന്നത്. ശാരീരിക ഭൗതിക വെല്ലുവിളികളെ അടിസ്ഥാനപ്പെടുത്തി ലോവർ എബിലിറ്റി, ഹയർ എബിലിറ്റി എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ. ഓരോ വിഭാഗത്തിലും പ്രായാടിസ്ഥാനത്തിൽ 8, 11, 12, 15, 16, 21, 22, 29, 30 മുകളിലേക്ക് എന്നിങ്ങനെ 5 ഗ്രൂപ്പുകളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഈ കായികമേള വിജയത്തിനേക്കാൾ പങ്കാളിത്തത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരളയുടെ ചെയർമാൻ ഡോക്ടർ MK ജയരാജ് പറയുന്നു. ഇത് മത്സരം എന്നുള്ളതിന് വലിയ പ്രാധാന്യമില്ലാത്തൊരു സ്പെഷ്യൽ ഒളിമ്പിക്സിൻ്റെ ഒരു സവിശേഷത തന്നെയാണ്. നമ്മൾ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്, അത് സുധീരമാവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മുദ്രാവാക്യം. ഇവിടെ 8 പേരാണ് ഒരു ടീമിലുണ്ടാവുന്നത്, ഒരു ഗ്രൂപ്പിലുണ്ടാവുന്നത്. ആ 8 പേർക്കും നമ്മൾ മെഡൽ കൊടുക്കും. അപ്പം ഒരു സ്വർണ്ണ മെഡൽ, സിൽവർ മെഡൽ, അതേപോലെ ബ്രോൺസ്, ബാക്കിയുള്ള 5 പേർക്കും മെഡലുകളും കൊടുക്കും. ആരും നിരാശപ്പെടരുത്. അതേപോലെ തന്നെ ഈ ആഹ്ലാദം എല്ലാവർക്കും പങ്കുവെക്കാനുള്ള അവസരം ഉണ്ടാവണമെന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ട് 7000-ഓളം പേർ പങ്കെടുക്കുന്ന പരിപാടിയിൽ മത്സരാർത്ഥികളെ കൃത്യസമയത്ത് മത്സരത്തിനെത്തിക്കുന്നതും മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമെല്ലാം വോളണ്ടിയേഴ്സാണ്. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചിങ് വിദ്യാർത്ഥികളും ഇതിനായി സ്പെഷ്യൽ ട്രെയിനിങ് നൽകിയ 500 NSS വോളണ്ടിയേഴ്സുമാണ് പ്രവർത്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് നല്ലൊരു എക്സ്പീരിയൻസും ആണ്. പിന്നെ ഞങ്ങൾ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഞങ്ങളുടെ മക്കളാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടി ഞങ്ങൾ ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു ഭാഗ്യം കൂടിയാണ്. ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെയൊക്കെ ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മളിനി ഒരു ഭാവിയിലേക്ക് ഇങ്ങനത്തെ ഒരു ഫീൽഡ് ആണല്ലോ. അപ്പോൾ ഇനി ഏതെല്ലാം കുട്ടികളാണ്, പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനും നല്ലൊരു അവസരമാണിത്. സന്തോഷമാണ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്, പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറേ ആളുകളെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കും ഒരു എക്സ്പീരിയൻസ് ആണ്. സന്തോഷം. 1, 2, 3 എന്നീ സ്ഥാനങ്ങൾക്ക് പുറമെ മത്സരിക്കുന്ന എല്ലാ അത്ലറ്റുകൾക്കും സമ്മാനങ്ങൾ നൽകുന്നുണ്ടെന്ന പ്രത്യേകതയും ഈ കായികമേളയ്ക്കുണ്ട്. സഹമത്സരാർത്ഥികളെ പിന്തള്ളി ഒന്നാമതാവണമെന്ന സാധാരണ കായിക മനോഭാവത്തിൽ നിന്നും വ്യത്യസ്തമായി ഒപ്പം മത്സരിക്കുന്നവരെയും ചേർത്ത് ഒന്നായി മുന്നേറണമെന്ന സന്ദേശമാണ് സ്പെഷ്യൽ ഒളിമ്പിക്സ് നൽകുന്നത്. സ്പെഷ്യൽ ഒളിമ്പിക്സ് ശരിക്കും സ്പെഷ്യലാണ്. കാരണം പങ്കെടുക്കുന്ന എല്ലാവർക്കും സമ്മാനമുണ്ട് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ക്യാമറാമാൻ അരുൺ പുതുപ്പാടിയോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, കോഴിക്കോട്.